2026 വിഷു റിലീസ് പള്ളിച്ചട്ടമ്പി ഡയറക്റ്റഡ് ബൈ ഡിജോ ജോസ് ആന്റണി സ്റ്റാറിംഗ് ടൊവിനോ തോമസ് ആൻഡ് പൃഥ്വിരാജ് സുകുമാരൻ. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. ഈ വർഷത്തെ പല ഗംഭീര സിനിമകളും മിസ് ചെയ്ത ഒരു മണ്ടനായിട്ടുള്ള റിവ്യൂവറാണ് ഞാനെന്നുള്ളത് വളരെ അഭിമാനത്തോടെ തന്നെ പറയുകയാണ്. കാരണം ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നൊരു കാര്യം, ഞാൻ ഇതുവരെ വാഴ 2 കണ്ടിട്ടില്ല, സത്യമാണ്. പക്ഷേ പള്ളിച്ചട്ടമ്പി ഫസ്റ്റ് ഡേ തന്നെ പോയി ഞാൻ കണ്ടു. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലകിയില്ല, അങ്ങോട്ട് ശരിയായില്ല. കാരണം ഒരു പീരിയഡ് സിനിമയാണ്, ടൊവിനോ തോമസ് ആണ്. പിന്നെ ആ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ആ സിനിമയിലെ ട്രെയിലറിലുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് ആ സിനിമയിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരനാണ്. അവർ രഹസ്യമായി വെച്ചിരുന്നൊരു സാധനം. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ദിവസം മാത്രമേ ഈ ഒരു എക്സൈറ്റിംഗ് എലമെൻറ്റ്, അതായത് ഒരു ക്യാമിയോ എന്നുള്ള സാധനം നിൽക്കുകയുള്ളൂ. അതിനോടൊന്നും തന്നെ എല്ലാവരും ഇത് അറിയുമോ പൃഥ്വിരാജിൻ്റെ എവിടെയെങ്കിലുമൊക്കെ പുള്ളി വരുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൃഥ്വിരാജ് ഫാക്ടർ ഈ സിനിമയെ വലിയ രീതിയിൽ സേവ് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൃഥ്വിരാജിനെ ഇവർ പ്രസൻറ്റ് ചെയ്ത രീതിയിലകത്ത് ഏറ്റവും കൂടുതൽ കല്ലുകടിയായിട്ട് തോന്നിയത് പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ഒരു താടി ഗംഭീര ബോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു. പക്ഷേ മറ്റൊരു ഗെറ്റപ്പിൽ പുള്ളിക്കാരൻ വരുന്നുണ്ട്. അതായത് പക്ക ഒരു മാസ് ലുക്കിൽ, ആ ബോഡിയൊക്കെ സെറ്റാക്കിയിട്ടുള്ള ഒരു ലുക്കിൽ പൃഥ്വിരാജ് വരുന്നുണ്ട് ഈ സിനിമയിൽ. അതൊരു ഒന്നൊന്നര ഒരു സെറ്റപ്പായിരുന്നു. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പം ആദ്യം പറയേണ്ടതും അവസാനം പറയേണ്ടതും ഒരേ ഒരു പേരാണ്, ടൊവിനോ തോമസ്. 100 അല്ല 200% പണി ടൊവിനോ ഈ പടത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ചും ആക്ഷൻ സീക്വൻസസിനകത്ത്. പക്ഷേ എനിക്ക് ടൊവിനോട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ടൊവിനോ നോ പറയാൻ പഠിക്കണം. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ച ശേഷം, ഇഫ് യു ഫെൽറ്റ് ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഗുഡ് ഫിലിം, ടൊവിനോയുടെ സ്ക്രിപ്റ്റ് അനാലിസിസ് ഹാസ് സം പ്രോബ്ലം. കാരണം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വളരെ ഫ്ലാറ്റാണ്. ഇത് എങ്ങനെ അഭിനയിച്ചാലും എലിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ ഫ്ലാറ്റായിട്ടുള്ള ഒരു നറേറ്റീവാണ്. എന്നാലും ഈ സിനിമ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും എന്നുള്ളത് പ്രധാനമായിട്ടും അതിൻ്റെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 11 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് വല്ലാതെ വലിച്ച് നീട്ടുന്ന പോലെ ഒന്നും ഫീൽ ചെയ്യില്ല. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എന്നാൽ പോലും ആ ഒരു ടൈമിൽ നമ്മൾ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്തു, ഓ കൊള്ളാം അടിപൊളി, അതില്ല, ആ ഒരു സാധനമില്ല. ആക്ഷൻ സീക്വൻസസിനകത്ത് വരെ ഒരുപാട് ആവശ്യമില്ലാത്ത ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് പീരീഡ് സിനിമേൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഈ സാധനമൊക്കെ കുത്തിത്തിരിക്കി വയ്ക്കുമ്പോൾ ആ ഒരു കല്ലുകടി അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമ കുറച്ചെങ്കിലും എൻഗേജ് ചെയ്ത് തിയേറ്ററിനകത്ത് നമുക്കൊന്ന് ഒരു ഫീൽ കിട്ടാൻ ഉണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് ജെയ്ക്സ് ബിജോയ് എന്നുള്ള മ്യൂസീഷ്യനാണ്. ഞാനൊരു കട്ട ജെയ്ക്സ് ബിജോയ് ഫാനാണ്. അപ്പം ജെയ്ക്സ് ബിജോയ് അണ്ണൻ നല്ല രീതിയിൽ കത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ കത്തിക്കലും ഈ പറഞ്ഞ പോലെ ഒരു പടത്തിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ ഇതൊക്കെ വേണം എന്ന് പറയുമ്പം ആ കഥ അത്ര കെട്ടുറപ്പുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ഫൈനൽ നോട്ട് പറയുകയാണെങ്കിൽ, മലയാളത്തിലെ ഒരുപാട് പ്രമുഖ റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂസ് ഞാൻ ഇന്നലെ ഈ സിനിമ കാണുന്നതിന് മുമ്പ് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സിനിമയെ അങ്ങോട്ട് കൊന്ന് കറി വെച്ച് കളയാം, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് പൈസ കിട്ടുമല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പല റിവ്യൂവേഴ്സും ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ള സിനിമകൾക്കും എതിരായിട്ടുള്ള അവരുടെ ഒരു അപ്രോച്ച് അതാണ്. അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് വലിയൊരു അഭിപ്രായമല്ല. പക്ഷേ ചില കാര്യങ്ങൾ ആ സിനിമയെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഓപ്പണായിട്ട് വിളിച്ച് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ജോട്ട് SPK. ബൈ.